ആയിരിക്കാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ഒരുക്കിയ വൻ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവ് ഞങ്ങളുടെ ജീസസ് വിഷൻ ഡെലിവറൻസ് മിനിസ്ട്രിക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ ഷിബു ബ്രദറിനായിട്ട് നന്ദിയോടെ സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവ് ആയുസ്സും ആരോഗ്യവും കൊടുക്കണമേ. എല്ലാ പ്രവർത്തന മേഖലകളെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം മക്കൾക്ക് ഹല്ലേലൂയ സത്യവചനം പറഞ്ഞു കൊടുപ്പാൻ തക്കവണ്ണം എൻ്റെ ദൈവം അനുവദിച്ചു കൊണ്ടിരിക്കുന്ന വൻ കൃപകൾക്കായിട്ട് സ്തോത്രം. കുടുംബമായി അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവ് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ എല്ലാ മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ പ്രീച്ചേഴ്സ്, ഞങ്ങളുടെ ലീഡേഴ്സ്, ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സ്, ഞങ്ങളുടെ ടീം അംഗങ്ങള്, ഞങ്ങളുടെ സ്പിരിച്വൽ ലീഡേഴ്സ്, അതെല്ലാം ശുശ്രൂഷ ചെയ്യുന്ന മക്കളുണ്ടോ അവരെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. വിശേഷാൽ പൊന്നുകർത്താവേ, ഈ സ്റ്റേജിൽ ശുശ്രൂഷ ചെയ്യുന്ന തൻ്റെ പ്രിയപ്പെട്ട മക്കളെ അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഓരോ മക്കളെയും പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ഹല്ലേലൂയ അനുഗ്രഹപ്രദമായി അവരുടെ ശുശ്രൂഷകൾ ചെയ്യുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെ സഹായിച്ചാട്ടെ. ഇത് ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ ബൈജു ബ്രദറിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ആയുസ്സും ആരോഗ്യവും കൊടുത്ത് കുടുംബമായി അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ വേലകളെയും കർത്താവ് മാനിച്ചുകൊണ്ടിരിക്കുന്ന വൻ കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവം തമ്പുരാനെ, സൂം ഐഡിയിലെ ഏതൊക്കെ ദേശങ്ങളിലെ രാജ്യങ്ങളിലെ ഭവനങ്ങളിലെ നിന്റെ മക്കളെ ഞങ്ങളോട് ചേർന്ന് ആരാധിപ്പാൻ തക്കവണ്ണം സ്തുതിപ്പാൻ തക്കവണ്ണം കടന്നു വന്നിരിക്കുന്ന മക്കളെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഈ വിശുദ്ധ വാരത്തില് അങ്ങയോട് ചേർന്നായിരിക്കുമ്പോൾ സ്വർഗപിതാവേ, സകലതും മറന്ന് എൻ്റെ ദൈവത്തോട് ചേർന്ന് ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ഞങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ വചനങ്ങളും ഹല്ലേലൂയ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വായത്തമാക്കുവാൻ അതിൻ പ്രകാരം ജീവിപ്പാന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിച്ചാട്ടെ. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിച്ചാട്ടെ. അടിയങ്ങളെയും താഴ്ത്തി സമർപ്പിച്ചേൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ട ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ സമർപ്പിക്കുകയാണ് പൂർണ്ണമായും. നമ്മൾ ദൈവമേ, ഇന്ന് ഞങ്ങളിൽ ഓരോ വിഷയങ്ങൾ അപ്പാ ഞങ്ങളിൽ നിന്ന് കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പാ ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ഓരോ അവസ്ഥകളിൽ നിന്ന് അപ്പാ ഞങ്ങളെ ദൈവമേ താഴ്മയുള്ള മക്കളായി ദൈവമേ ഇന്ന്
എളിമയുള്ള മക്കളായി ഞങ്ങളെ വിനയം എന്നീ 3 കാര്യങ്ങൾ ദൈവമേ ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, ഇതിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ബൈബിളിൽ പല ഭാഗങ്ങളിൽ ഈ ഒരു കാര്യങ്ങൾ പറയുന്നുണ്ടപ്പ. അതുപോലെ ജീവിക്കാനും ദൈവമേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഇത് വരാതെ പോയ അവസ്ഥകളുണ്ടപ്പ, അതിനെല്ലാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഈ സമയത്ത് സമർപ്പിക്കുകയാണപ്പ. ആ ഓരോ വിഷയങ്ങളും ദൈവമേ താഴ്മയില്ലാതിരുന്ന അവസ്ഥകളുണ്ടപ്പ, അതിനെ ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഈ സമയത്ത് ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ വിട്ടുകൊടുക്കുകയാണപ്പ. അപ്പൊ എളിമയില്ലാതിരുന്ന അവസ്ഥകളുണ്ടപ്പ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായും സമർപ്പിക്കുന്നപ്പ. വിനയമില്ലാതിരുന്ന അവസ്ഥകളുണ്ടപ്പ, ഈ അവസ്ഥകളിലൊക്കെ ഞങ്ങളെ ഇന്ന് വിടുവിക്കണം. ഞങ്ങളുടെ ഹൃദയങ്ങളെ ഇന്ന് കഴുകി ശുദ്ധീകരിക്കണമേ അപ്പ. ഓരോ അപേക്ഷകളും ദൈവമേ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിലുള്ള ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പൂർണ്ണമായും സമർപ്പിക്കുകയാണപ്പാ. ഞങ്ങളെ ഇന്ന് കഴുകി ശുദ്ധീകരിക്കണമേ അപ്പാ. ഈ വിശുദ്ധ വാരത്തിൽ ദൈവം ഞങ്ങളുടെ പാപങ്ങളെ എടുത്തു കളയാനായിട്ട് ദൈവം രക്തത്താൽ ഞങ്ങളെ ഇന്ന് ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണപ്പാ. അപ്പാ ഹല്ലേലൂയ. യേശുവെ ആരാധിക്കുന്നപ്പാ, സ്തുതിക്കുന്നപ്പാ. ദൈവമേ ഞങ്ങളുടെ മേൽ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തെ അറിയാതിരുന്ന അവസ്ഥകളുണ്ടപ്പാ. പ്രാർത്ഥനയിൽ വചനത്തിലൂടെ മുമ്പോട്ട് പോകാൻ പറ്റാതെ ദൈവമേ വചനത്തിലൂടെ പറയുന്നത് പോലെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വിശുദ്ധിയോടെ മുമ്പോട്ട് പോകാൻ പറ്റാതിരുന്ന അവസ്ഥകളുണ്ടപ്പാ. ഹല്ലേലൂയ. യേശുവെ ആരാധിക്കുന്നപ്പാ. ഇതെല്ലാം ഞങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണപ്പാ. ഈ 3 കാര്യങ്ങളിലും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ പൂർണ്ണമായും ഇതിലൂടെ കുറവ് വന്ന അവസ്ഥകളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണപ്പാ. അതിലൂടെ ഞങ്ങളെ സമർപ്പിക്കുന്ന ആ വിഷയത്തിലൂടെ ദൈവമേ ഇന്ന് ഞങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കണമേ അപ്പാ. ഈ വാരത്തിലൂടെ ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. യേശുവെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നപ്പാ. ഹല്ലേലൂയ. യേശുവെ ആരാധിക്കുന്നു. ദൈവമേ ഞങ്ങൾ ഇന്ന് ഓരോ കാര്യങ്ങളും ദൈവത്തിന്റെ സന്നിധിയിൽ വിഷയങ്ങൾ സമർപ്പിക്കുമ്പോൾ ആ വിഷയത്തിന്റെ മേൽ ദൈവമേ ഇടപെടാതിരുന്ന മേഖലകൾ, ഞങ്ങളുടെ കുറവുകൾ അപ്പാ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. യേശുവെ ആരാധിക്കുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവമേ ഞങ്ങളുടെ പാപ അവസ്ഥകളെ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. യേശുവെ ആരാധിക്കുന്നു. ദൈവമേ ഈ സമയത്ത് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ദോഷിയായി പാപിയായി ഞാൻ ജീവിച്ചു. മേഘത്തിൽ ഇറങ്ങി വന്ന ദൈവമേ, വിശുദ്ധിയോടെ എന്നെയും ചേർക്കണേ. അങ്ങേക്ക് പാർക്കാൻ തന്ന ഭൂമിയിൽ ദോഷിയായി പാപിയായി ഞാൻ ജീവിച്ചു. ഞങ്ങളെ ഇന്ന് അപ്പാ ഞങ്ങളുടെ പാപാവസ്ഥകളെ മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ, കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അപ്പാ ഞങ്ങളുടെ മുമ്പോട്ട് പോകുന്ന ഓരോ ചെടികളെ, പറവകളെ, കുന്നുകളെ, മുൾച്ചെടികളെ, നിന്നെ മേഞ്ഞവൻ ജീവൻ നൽകുമേ. നിന്നെ മേഞ്ഞവൻ ജീവൻ നൽകുമേ. നിന്നെ മേഞ്ഞവൻ ജീവൻ നൽകുമേ. നിന്നെ മേഞ്ഞവൻ ജീവൻ നൽകുമേ. ദൈവമേ ഞങ്ങളിപ്പോൾ സമർപ്പിച്ച ഓരോ കാര്യങ്ങളും അപ്പാ ഞങ്ങളെ ഇന്ന് വചനത്തിലൂടെ ദൈവമേ ആ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്പർശിക്കണമേ അപ്പാ. ഇന്ന് ആ വചനത്തിലൂടെ ദൈവമേ 10 കന്യകമാരുടെ ആ ഒരു ഇത് ഇന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ ഈ സമയത്ത് ഞങ്ങൾ ഓർക്കുകയാണപ്പാ. അതിലൂടെ ദൈവമേ 5 കന്യകമാർ വിവേകത്തോടെ പോയതുപോലെ 5 കന്യകമാർ ആ ഒരു അവസ്ഥ ഞങ്ങളിൽ ഉണ്ടായിരുന്നപ്പാ. ഞങ്ങൾ പല കാര്യങ്ങളിലും ദൈവത്തിന്റെ മുമ്പിൽ വരുമ്പോൾ ആ വിടുതലുണ്ടാവുമ്പോൾ ഞങ്ങൾ പാതി സമയം വിട്ടുപോകുന്ന ഒരു അവസ്ഥകളിൽ നിന്നും ഒക്കെ മാറ്റി ദൈവമേ ഇന്ന് ഞങ്ങളെ വിവേകവതികളാക്കി നോക്കി മുമ്പോട്ട് കൊണ്ടുപോകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഹല്ലേലൂയ. യേശുവെ ആരാധിക്കുന്ന ദൈവമേ അപ്പാ. അതുപോലെ ഞങ്ങളുടെ ഓരോ കാര്യങ്ങളിലും ദൈവമേ ഞങ്ങളുടെ രക്ഷയ്ക്ക് ദൈവമേ രക്ഷ തടസ്സമായി നിന്നിരുന്ന പല വിഷയങ്ങളും ദൈവമേ ഇന്ന് കുറവുകൾ ഞങ്ങളിലാണെന്നുള്ളത് ദൈവമേ ബോധ്യപ്പെടുത്തി തന്നതിനെ ഓർത്ത് താഴ്മയില്ലാതെയും എളിമയില്ലാതിരുന്ന അവസ്ഥകളിലാണപ്പാ ഞങ്ങളുടെ ആ വിവേകം നഷ്ടപ്പെട്ടു പോയതെന്ന് മനസ്സിലായപ്പാ. ഹല്ലേലൂയ. അതിന്റെ മേൽ ഇന്നൊരു വിടുതൽ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നപ്പാ. ഹല്ലേലൂയ. യേശുവെ ആരാധിക്കുന്നപ്പാ. ഹല്ലേലൂയ. യേശുവെ ആരാധിക്കുന്നപ്പാ. ഹല്ലേലൂയ. പാപം ചെയ്തു ജീവിച്ചു. പാപിയായി പാപിയായി ഞാൻ ജീവിച്ചു. പാപം ചെയ്തു
ശുദ്ധിയോടെ വിശുദ്ധിയോടെ ജീവിപ്പാൻ വിശുദ്ധിയുള്ള ദൈവമേ നിറയണേ. പറവകളെ കുന്നുകളെ മുൾച്ചെടികളെ, പറവകളെ കുന്നുകളെ മുൾച്ചെടികളെ, നിന്നെ മേഞ്ഞവൻ ജീവൻ നൽകുമേ. നിന്നെ മേഞ്ഞവൻ ജീവൻ നൽകുമേ. നിന്നെ മേഞ്ഞവൻ ജീവൻ നൽകുമേ. നിന്നെ മേഞ്ഞവൻ ജീവൻ നൽകുമേ. കഷ്ടതയും ദുഃഖവും സഹിച്ച് ഉള്ള ആശ്വാസം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഈ സമയത്ത് ദൈവമേ ഞങ്ങൾ ഓരോ പ്രയാസങ്ങളും ദൈവമേ ഇന്ന് എടുത്തു കളയണമേ അപ്പ. ഞങ്ങളുടെ പാപ അവസ്ഥകൾ, ഞങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിലേക്ക് അടുപ്പിക്കാതിരിക്കുന്ന അവസ്ഥകളുണ്ടപ്പ, അതിനെ ഇന്ന് എടുത്തു മാറ്റണമേ അപ്പ. ഇന്ന് ഈ ആരാധനയിലൂടെ നമ്മൾ കൈ ഓർത്ത് ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മളെ മേൽ ഇന്നൊരു വിടുതൽ ഇറങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ആ കൈ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായി നമ്മൾ കൈ ഉയർത്തി ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇന്ന് നമ്മുടെ ഹൃദയം തടസ്സമായിരിക്കുന്ന എല്ലാ മേഖലകളെയും കഴിച്ചു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നപ്പ. ലൂക്ക 23 പറയുന്നത് പോലെ എന്നോടുകൂടെ പറുദീസായിലായിരിക്കും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കുവാനുള്ള രീതിയിൽ നമ്മളുടെ ഹൃദയത്തെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വിട്ടുകൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ രക്ഷിക്കപ്പെടും എന്ന് പറയുന്ന ശക്തി ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണമായി സമർപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഓരോ കാര്യങ്ങൾ സമർപ്പിക്കുമ്പോഴും അതിന്റെ മേൽ നമുക്കൊരു വിടുതൽ കിട്ടും എന്നുള്ള പൂർണ്ണ വിശ്വാസം, അതിന് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് നമ്മൾ ആ 3 കാര്യങ്ങൾ ചെയ്യും എന്നുറപ്പുള്ള ഒരിത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ഹല്ലേലൂയ. യേശുവേ ആരാധിക്കും, സ്തുതിക്കുന്നപ്പ. ഹല്ലേലൂയ. യേശുവേ ആരാധനപ്പ. ഹല്ലേലൂയ. യേശുവേ ആരാധിക്കും. സോദരനെ ദോഷിയായി നിരൂപിച്ചു, എൻ പ്രിയരെല്ലാം നിന്നിൽ നിന്നകലുമ്പോൾ. എൻ സോദരനെ ദോഷിയായി നിരൂപിച്ചു, എൻ പ്രിയരെല്ലാം നിന്നിൽ നിന്നകലുമ്പോൾ. അന്നു രാവിൽ ദൈവശബ്ദം കേട്ടു ഞാൻ, നീ എൻ പ്രിയൻ, എന്റെ പ്രിയദാസനാ. അന്നു രാവിൽ ദൈവശബ്ദം കേട്ടു ഞാൻ, നീ എൻ പ്രിയൻ, എന്റെ പ്രിയദാസനാ. പറവകളെ കുന്നുകളെ മുൾച്ചെടികളെ, പറവകളെ കുന്നുകളെ മുൾച്ചെടികളെ, നിന്നെ മേഞ്ഞവൻ ജീവൻ നൽകുമേ. നിന്നെ മേഞ്ഞവൻ ജീവൻ നൽകുമേ. നിന്നെ മേഞ്ഞവൻ ജീവൻ നൽകുമേ. നിന്നെ മേഞ്ഞവൻ ജീവൻ നൽകുമേ. എനിക്ക് പാർക്കാൻ തന്ന ഭൂമിയിൽ ദോഷിയായി പാപിയായി ഞാൻ ജീവിച്ചു. മേഘത്തിൽ ഇറങ്ങി വന്ന ദൈവമേ, വിശുദ്ധിയോടെ എന്നെയും ചേർക്കണേ. കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നിമിഷം നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ചൊല്ലിത്തരുന്ന പ്രാർത്ഥനകളെ ഏറ്റുമെല്ലാം കർത്താവായ യേശുവേ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി വരണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി വരണമേ. അവിടെ നിന്ന് ഇറങ്ങി വരണമേ. അവിടെ നിന്ന് ഇറങ്ങി വരണമേ. അവിടുത്തെ വലിയ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ യേശുവേ, ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും എല്ലാ അപരാധങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ.
കർത്താവായ യേശുവേ, ഏതെങ്കിലും പാപങ്ങൾ ഞങ്ങളെ വേട്ടയാടുന്നെങ്കിൽ അവിടുത്തെ നാമത്തിൽ അത് അഴിക്കണമേ. കർത്താവായ യേശുവേ, അവിടുത്തെ വലിയ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ, എന്നെ നിറയ്ക്കണമേ. കർത്താവായ യേശുവേ, അവിടുത്തെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ, ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവത്തെ സ്തുതിക്കാൻ കരങ്ങൾ ഉയർത്തി, എല്ലാ കരങ്ങളും ഉയർന്നുകൊണ്ട് ദൈവത്തെ സ്തുതിക്കാമോ ശക്തിയോടെ? സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ തിരുമുമ്പിൽ ഞങ്ങളായിരിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിലും ഞങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലും വന്ന സകല കറകളെയും നീ കഴുകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ഹോളി വീക്കിൻ്റെ ഈ ദിവസങ്ങളിൽ ദൈവമേ, എന്നെയും എൻ്റെ കുടുംബത്തെയും നീ കൊണ്ടുവരുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ ഞങ്ങളെ നശിപ്പിക്കുന്ന ഞങ്ങളുടെ സ്വഭാവം, ദൈവവചനത്തിനെതിരെ നിൽക്കുന്ന ഞങ്ങളുടെ സ്വഭാവ രീതികൾ, ഇങ്ങനെയുള്ള എല്ലാ ജീവിതങ്ങളും ദൈവമേ, നിൻ്റെ മുമ്പിൽ സമർപ്പിച്ച സമർപ്പണം കറക്റ്റാകാത്തത്, നിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് എടുത്ത തീരുമാനങ്ങൾ കറക്റ്റാകാത്ത അവസ്ഥകൾ, ഇങ്ങനെ പല കാര്യങ്ങളിൽ ഞാൻ പുറകിലോട്ടാണ്. യേശുവേ, അങ്ങയുടെ നാമത്തെ പലതരത്തിൽ അപമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെയോ സാത്താൻ്റെ ഇഷ്ടത്തിനൊത്ത് എൻ്റെ ജീവിതം മുന്നോട്ട് പോയി. ഈ സമയം വരെയും ദൈവമേ, അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന വിശുദ്ധി എൻ്റെ ജീവിതത്തിൽ നിറഞ്ഞിട്ടില്ല. ഈ ഹോളി വീക്കിൽ തിരുമുമ്പിൽ ശക്തമായ ഒരു തീരുമാനമെടുക്കാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൂമിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. 6-ാം സങ്കീർത്തനം നമുക്കിപ്പോൾ ചൊല്ലി നമ്മുടെ യേശുവിനോട് നമുക്ക് കരുണയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ചെയ്തു പോയ സകല അപരാധങ്ങളും നമ്മളെ ദൈവം നമ്മളോട് ക്ഷമിക്കട്ടെ. സകല കെണികളും സാത്താൻ ഒരുക്കുന്ന സകല ചതിക്കുഴിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാം. എന്നോടൊപ്പം ചേർന്ന് ചൊല്ലിത്തരുന്ന വിശുദ്ധ സങ്കീർത്തനങ്ങൾ എല്ലാ ദൈവമക്കളും ചൊല്ലുക. കർത്താവേ, കോപത്തോടെ എന്നെ ശകാരിക്കരുതേ, ക്രോധത്തോടെ എന്നെ ശിക്ഷിക്കരുതേ. കർത്താവേ, ഞാൻ തളർന്നിരിക്കുന്നു, എന്നോട് കരുണ തോന്നണമേ. കർത്താവേ, എൻ്റെ അസ്ഥികൾ ഇളകിയിരിക്കുന്നു, എന്നെ സുഖപ്പെടുത്തണമേ. എൻ്റെ ആത്മാവ് അത്യന്തം അസ്വസ്ഥമായിരിക്കുന്നു. കർത്താവേ, ഇനിയും എത്ര നാൾ? കർത്താവായ ദൈവമേ, എൻ്റെ ജീവൻ രക്ഷിക്കുവാൻ വരണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ മോചിപ്പിക്കണമേ. മൃതരുടെ ലോകത്ത് ആരും അങ്ങയെ അനുസ്മരിക്കുന്നില്ല. പാതാളത്തിൽ ആരങ്ങയെ സ്തുതിക്കും? കരഞ്ഞ് കരഞ്ഞ് ഞാൻ തളർന്നു. രാത്രിതോറും ഞാൻ കണ്ണീരൊഴുക്കി എൻ്റെ തലയണ കുതിർന്നു. കണ്ണീരുകൊണ്ട് എൻ്റെ കിടക്ക നനഞ്ഞു. ദുഃഖം കൊണ്ട് എൻ്റെ കണ്ണു മങ്ങുന്നു. ശത്രുക്കൾ നിമിത്തം അത് ക്ഷയിക്കുന്നു. അധർമ്മികളെ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. കർത്താവിന്റെ വിലാപം കേട്ടിരിക്കുന്നു. കർത്താവ് എന്റെ യാചന ശ്രവിക്കുന്നു. അവിടുന്ന് എന്റെ പ്രാർത്ഥന കൈക്കൊള്ളുന്നു. എന്റെ സകല ശത്രുക്കളും ലജ്ജിച്ച് പരിഭ്രാന്തരാകും. അവർ ക്ഷണത്തിൽ അപമാനിതരായി പിൻവാങ്ങും. തമ്പുരാന്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി, എല്ലാവരും കരങ്ങൾ ഉയർത്തി, ചെയ്തുപോയ എല്ലാ അപരാധങ്ങളും നമ്മളോട് ക്ഷമിക്കാൻ വേണ്ടി, നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന വലിയ അത്ഭുതങ്ങൾ, എന്നെ നശിപ്പിച്ച ശത്രുവിനെ തകർക്കുന്ന ദൈവത്തിന്റെ ഇടപെടൽ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാം. ഈ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം.
കർത്താവായ ദൈവത്തിൻ്റെ മുമ്പിൽ പാപിനിയായ അനേകർ, പാപം ചെയ്തവർ വന്നിട്ട്, കർത്താവെ എന്നോട് ക്ഷമിക്കണമേ, കർത്താവെ എന്നോട് കരുണ കാട്ടണമേ, ദാവീദിന്റെ പുത്ര എൻ്റെ മേൽ കരുണയായിരിക്കണമേ, സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും മടിച്ച് ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് ചുങ്കക്കാർ പ്രാർത്ഥിച്ചപ്പോൾ, അനവധി പാപത്തിൽപ്പെട്ടവർ പ്രാർത്ഥിച്ചപ്പോൾ, ദൈവ കോപം അവരുടെ മേൽ ഇറങ്ങാതെ അവരുടെ പാപത്തിന്റെ കെട്ടുകളെ എടുത്തു കളഞ്ഞിട്ട് അവരെ മാറോട് ചേർത്തണച്ച ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട്, കുടുംബമേ നിനക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? കോപമാർന്ന നയനത്തോടെ എന്നെ നോക്കല്ലേ. നമ്മളായിരിക്കുന്ന സ്ഥലത്തേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരാൻ വേണ്ടി ശക്തിയോടെ യേശുവിനെ വിളിച്ച് സ്തുതിക്കാമോ? യേശുവിനെ വിളിച്ച് സ്തുതിക്കാമോ? ജീസസ് 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 ജീസസ്. എല്ലാ വായുകളും തുറന്ന് യേശുവിനെ വിളിച്ചേ, യേശുവിനെ വിളിച്ചേ, യേശുവിനെ വിളിച്ചേ. ആമേ. ഒരു വ്യക്തി തൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞ്, ദൈവമേ ഞാൻ പാപിയാണ്, എന്നോട് കരുണയാകണമേ, ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ജീവിക്കുന്ന സർവശക്തനായ ദൈവം ആ വ്യക്തിയിലേക്ക് ഇറങ്ങി വരും. ഈ സമയത്ത് ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വയ്ക്കാം. നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് വിളിക്കാം. യേശുവിനെ നീ വിളിക്കുമ്പോൾ ഇപ്പോൾ നീ പാപി അല്ല, പാപം ക്ഷമിച്ച് നിന്നെ ദൈവം തൻ്റെ ശരീരത്തോട് നിന്നെ ചേർക്കാൻ തക്കവണ്ണം അവൻ നിന്റെ അടുക്കലേക്ക് ഇറങ്ങി വരികയാണെന്നുള്ള വലിയ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ചില മണിക്കൂറുകൾ കൊണ്ട് നമ്മൾ വചനത്തിലും പ്രാർത്ഥനയിലും ഉപവാസത്തിലും ഒക്കെയാണ് ദൈവത്തോട് കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവൻ ക്ഷമിക്കുന്ന ദൈവമാണെന്ന വിശ്വാസത്തിൽ നമുക്ക് ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവരും, എല്ലാ പ്രിയപ്പെട്ടവരും ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിക്കാം. ഈശോയെ വന്നിടണേ, നിൻ
ആരോരുമില്ലാതെ നിന്റെ വേദന കേൾക്കാൻ ഒരു വ്യക്തി പോലും ഇല്ലാത്ത ഒരു സാഹചര്യമാണെങ്കിൽ ആ യേശുവിന്റെ മനസ്സോട് നിന്റെ മനസ്സ് ചേർക്കാമോ? ആരോരുമില്ലാതെ കർത്താവേ, ഞങ്ങളെ പ്രാർത്ഥനയിൽ നിർത്തിയതിനെ ഓർത്ത് നന്ദി. ഈ ഹോളി വീക്കിൽ അങ്ങയുടെ സന്നിധിയിൽ ഇരുന്ന് ആരാധിക്കാൻ എന്നെയും എന്റെ കുടുംബത്തെയും അവിടുന്ന് ഒരുക്കിയതിന് നന്ദി. ഈ അതിരാവിലെ തിരുസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഉത്തേജിപ്പിക്കുന്ന തിരുവചനത്തിനായി നന്ദി. ദൈവസ്നേഹത്തിനായി നന്ദി. ഞങ്ങളെ വിളിച്ചതിനായി നന്ദി. ഞങ്ങളെ ഒരുക്കിയതിനായി നന്ദി. സാത്താന് കൊടുക്കാത്തതിനായി നന്ദി. മരണത്തിന് വിട്ടുകൊടുക്കാത്തതിനായി നന്ദി. ശാപത്തിൽ തള്ളിക്കളയാത്തതിനായി നന്ദി. രോഗത്തിൽ ഇട്ടുകളയാത്തതിനായി നന്ദി ദൈവമേ. നന്ദി ദൈവമേ. സ്തോത്രം.